വെൽക്കം ടു നഴ്സസ് ഫ്ലൈ ടു ഹൈ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും അതുപോലെ തന്നെ സീക്വൻസ് ഓഫ് മെഷറിംഗ് ടെമ്പറേച്ചർ, ദെൻ നമ്മൾ തെർമോജെനിസിസിനെ പറ്റി പറഞ്ഞു, തെർമോലൈസിസിനെ പറ്റി പറഞ്ഞു. ഇന്ന് ടെമ്പറേച്ചറിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോമീറ്റേഴ്സിനെ പറ്റിയാണ്. ടെമ്പറേച്ചർ മെഷർമെന്റ് ഫോർമുല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സൈറ്റ്സിന്റെയും അഡ്വാൻറ്റേജസ്, സൈറ്റ്സ് ഓഫ് മെഷറിംഗ് ടെമ്പറേച്ചറിന്റെ അഡ്വാൻറ്റേജസ്, കോൺട്രാ ഇൻഡിക്കേഷൻ, ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് തെർമോമീറ്റർ. തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ദാറ്റ് ഇസ് ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസ് ആണ് തെർമോമീറ്റേഴ്സ്, അല്ലെ? അപ്പൊ ഈ തെർമോമീറ്റേഴ്സ് എന്താണ്? തെർമോമീറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് രണ്ട് പാർട്സ് ആണുള്ളത്. പാർട്സ് എന്ന് പറയുന്നത് ബൾബും ഉണ്ട്, ദെൻ സ്റ്റെമ്മും ഉണ്ട്. ബൾബ് ആൻഡ് സ്റ്റെം. ഇപ്പോഴും നമ്മുടെ ക്ലിനിക്കൽ സെറ്റിംഗ്സിലെല്ലാം കൂടുതലും ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സിനെ പറ്റിയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ തെർമോമീറ്റേഴ്സിന് എന്തുണ്ട്? ഒരു സ്റ്റെം ഉണ്ട്, അതിന്റെ എൻഡിലായിട്ട് ഒരു ബൾബ് ഉണ്ട്. അപ്പൊ ഈ ബൾബാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, പേഷ്യന്റിന്റെ ബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബൾബാണ്. ഇതാണ് ബൾബ്. ദെൻ സ്റ്റെം എന്തുവാണ്? സ്റ്റെമ്മിൽ ഗ്രേഡിങ്സ് ആണ് കാണിക്കുന്നത്. ഗ്രേഡിങ്സ് എന്തിന്റെ ഇതനുസരിച്ചാണ് സ്റ്റെമ്മിൽ കാണിക്കുന്നത്? ദാറ്റ് ഈസ് മെർക്കുറി എന്ന് പറയുന്ന ഒരു മെറ്റൽ ഉണ്ട്, അതിന്റെ ഓൾട്ടറേഷൻസ്, അതിന്റെ വേരിയേഷൻസ് അനുസരിച്ചാണ് ഗ്രേഡിങ്സ് വരുന്നത്. സ്റ്റെമ്മിലാണ് എന്റെ ഗ്രേഡിങ്സ് ഉള്ളത്. എന്തുകൊണ്ടാണ് മെർക്കുറിയെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ തെർമോമീറ്റേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത്? ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹീറ്റ് സെൻസിറ്റിവിറ്റി കപ്പാസിറ്റി. ഹീറ്റ് സെൻസിറ്റീവ് ആണ് മെർക്കുറി, ഹീറ്റ് സെൻസിറ്റീവ് ആണ്. അതുപോലെ തന്നെ മെർക്കുറി എന്താണ്? ഒരു ലിക്വിഡ് മെറ്റൽ ആയതുകൊണ്ട് തന്നെ ഒരു ഫ്ലോയി നേച്ചർ ഉണ്ട്. ലിക്വിഡ് മെറ്റൽ അറ്റ് റൂം ടെമ്പറേച്ചർ, ലിക്വിഡ് മെറ്റൽ അറ്റ് റൂം ടെമ്പറേച്ചർ, ലിക്വിഡ് മെറ്റൽ അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് മെറ്റൽ ആണ്. പിന്നെ ഒരു കാര്യങ്ങളും കൂടെ ഉണ്ട്, നല്ല വിസിബിലിറ്റി ആണ്. അതായത് ഇതിന് എന്താണ്? സിൽവറി വൈറ്റ് അപ്പിയറൻസ് ആണുള്ളത്. സിൽവറി വൈറ്റ് അപ്പിയറൻസ്. ദീസ് ആർ ദ factors why the mercury is used in thermometers. തെർമോമീറ്റേഴ്സിൽ മെർക്കുറി യൂസ് ചെയ്യാൻ കാരണം ഈ റീസൺസ് ഒക്കെ കൊണ്ടാണ് തെർമോമീറ്റേഴ്സിൽ മെർക്കുറി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ തെർമോമീറ്റേഴ്സിൽ രണ്ട് ടൈപ്പ് ഓഫ് ഗ്രേഡിങ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസിലും ഗ്രേഡ് ചെയ്യാറുണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റിലും ഗ്രേഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഇന്റർ കൺവേർഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്യും? ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഡിഗ്രി ഫാരൻഹീറ്റ് -32 ഇൻറ്റു 5/9 എന്ന ഫോർമുലയാണ്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് ഒരു സംശയം വരും, ഇവിടെ മൈനസ് ആണോ പ്ലസ് ആണോ, ഇവിടെ 5 ആണോ 9 ആണോ? അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നോർമൽ ടെമ്പറേച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നോർമൽ ടെമ്പറേച്ചർ. അതേസമയം ഫാരൻഹീറ്റിൽ നോർമൽ ടെമ്പറേച്ചർ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്, അല്ലെ? അപ്പൊ എപ്പോഴും വാല്യൂ ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഫാരൻഹീറ്റിനാണ് ഉള്ളത്. അപ്പൊ ഫാരൻഹീറ്റിൽ നിന്നും എന്തായാലും മൈനസ് ചെയ്താലേ കുഞ്ഞു ആളായിട്ടുള്ള ഈ ഡിഗ്രി സെൽഷ്യസിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ സബ്സ്ട്രാക്ഷൻ ആണ് ഇവിടെ വരുന്നത്. പിന്നെ ന്യൂമറേറ്റർ എപ്പോഴും കുഞ്ഞു ആള് വന്നാലേ ഇവിടെ കുഞ്ഞു വാല്യൂ വരുള്ളൂ, അല്ലെ? അപ്പം ഇവിടെ 5 ആണ്, 5/9. ഈ 5/9 കുറച്ചും കൂടെ ചുരുക്കി നമുക്ക് എങ്ങനെ എഴുതാം? ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു ഡിഗ്രി ഫാരൻഹീറ്റ് -32 ഡിവൈഡ് ബൈ 1.8 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഡിഗ്രി ഫാരൻഹീറ്റിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ എങ്ങനെ പഠിക്കാം? ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കാം. ഡിഗ്രി ഫാരൻഹീറ്റിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ഈ 5/9 ഇപ്പുറത്ത് പോകുമ്പോൾ 9/5 ആവും. ഈ -32 ഇപ്പുറത്ത് വന്നപ്പോൾ +32 ആയി. ദാറ്റ് ഈസ് ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ഓക്കെ, then we are moving to the sites of measurement of temperature. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ പറയൂ, ഏതൊക്കെ സൈറ്റ്സ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നത്? നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് ആക്സിലറി, ഓറൽ ആൻഡ് റെക്ടൽ ആണ്.
അതല്ലാതെയും ഒരുപാട് സൈറ്റ്സിൽ ടെമ്പറേച്ചർ മെഷർമെന്റ് ചെയ്യാം. അതായത് ഈസോഫാഗൽ ടെമ്പറേച്ചർ മെഷർമെന്റ് ഉണ്ട്, ടെമ്പറൽ ആർട്ടറി അതായത് ഫോർ ഹെഡിൽ ഇങ്ങനെ പഞ്ച് ചെയ്ത് വെച്ച് തെർമോമീറ്റേഴ്സ് നോക്കുന്നതുണ്ട്, പിന്നെ ടിംപാനിക് മെംബ്രെയിൻ നമ്മുടെ ഇയർ കനാലിലെ ടെമ്പറേച്ചർ നോക്കുന്നതുണ്ട്, അതുപോലെ തന്നെ വെജൈനൽ ടെമ്പറേച്ചേഴ്സ് ഒക്കെ നോക്കാറുണ്ട്. പക്ഷെ ഇത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് പഠിച്ചാൽ മതി. ദാറ്റ് ഇസ് ഓറൽ, ആക്സിലറി ആൻഡ് റെക്ടൽ. അപ്പം ആക്സിലറി ഉണ്ട്, ഓറൽ ഉണ്ട്, റെക്ടൽ ഉണ്ട്. നമ്മൾ പഠിച്ചതാണ്. ആക്സിലറി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? സർഫസ് ടെമ്പറേച്ചർ ആണ്. സർഫസ് ടെമ്പറേച്ചർ ആണ് ആക്സിലറി. അറ്റ് ദ സെയിം ടൈം ഓറൽ ആൻഡ് റെക്ടൽ കോർ ടെമ്പറേച്ചർ ആണ്. ഓറൽ ആൻഡ് റെക്ടൽ കോർ ടെമ്പറേച്ചർ ആണ്. അപ്പൊ ആക്സിലറി ടെമ്പറേച്ചർ കുറച്ച് എന്തുമായിരിക്കും? കുറവായിരിക്കും. കാരണം ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ അതിന്റെ ആക്സിലറി ടെമ്പറേച്ചർ നോർമൽ ലെവൽ ഈസ് 97.6 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പൊ ഓറൽ ടെമ്പറേച്ചർ ആണെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നോർമൽ, ആൻഡ് റെക്ടൽ ടെമ്പറേച്ചർ ആണെങ്കിൽ 99.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നോർമൽ. 99.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നോർമൽ. ഇനി ഇതെങ്ങനെ ഓർത്ത് വെക്കാം? ഇത് നമ്മൾ സാധാരണ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്ന ഏത് ടെമ്പറേച്ചർ ആണ്? നമ്മൾ ഓറൽ ടെമ്പറേച്ചർ ആണ് സാധാരണ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യാറുള്ളത്. അല്ലാതെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ വാല്യൂ എഴുതിയതിനു ശേഷം നമ്മൾ ബ്രാക്കറ്റിൽ ആക്സിലറി ടെമ്പറേച്ചർ എന്നോ റെക്ടൽ ടെമ്പറേച്ചർ എന്നോ നമ്മൾ റെക്കോർഡ് ചെയ്യും, അല്ലെ? അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ഓർത്ത് വെക്കും? നമ്മൾ ABCD പഠിച്ചിട്ടില്ലേ? ABCD ചെറിയ ആളാണ് A, ദാറ്റ് ഈസ് ആക്സിലറി. അതിനെക്കാട്ടി കുറച്ചും കൂടെ വലിയ ആളാണ് O, then R. സോ ആക്സിലറി ടെമ്പറേച്ചർ ആയിരിക്കും കുറവ്, ദാറ്റ് ഇസ് 97.6 ഡിഗ്രി സെൽഷ്യസ്. ഓൾ ടെമ്പറേച്ചർ 98.6 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും വലുത് ആരായിരിക്കും? റെക്ടൽ ടെമ്പറേച്ചർ, ദാറ്റ് ഇസ് 99.6 ഡിഗ്രി ഫാരൻഹീറ്റ്. സെൽഷ്യസ് അല്ല, സോറി, ഫാരൻഹീറ്റ്. അപ്പൊ ഈ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഓൾ ടെമ്പറേച്ചർ ഈസ് 1 ഡിഗ്രി ഫാരൻഹീറ്റ് മോർ ദാൻ റെക്ടൽ ടെമ്പറേച്ചർ. ശരിയാണോ? അല്ല, തെറ്റാണ്. ദ റെക്ടൽ ടെമ്പറേച്ചർ ഈസ് 1 ഡിഗ്രി മോർ ദാൻ ഓറൽ ടെമ്പറേച്ചർ. അപ്പൊ ആക്സിലറി ടെമ്പറേച്ചറിനെ കാട്ടി റെക്ടൽ ടെമ്പറേച്ചർ എത്ര ഡിഗ്രി കൂടുതലാണ്? ദാറ്റ് ഇസ് 2 ഡിഗ്രി ഫാരൻഹീറ്റ് കൂടുതലായിരിക്കും റെക്ടൽ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം ആക്സിലറി ടെമ്പറേച്ചർ 97.6 ഡിഗ്രി ഫാരൻഹീറ്റ്, oral temperature 98.6 degree Fahrenheit, and rectal temperature is 99.6 degree Fahrenheit. Then we are moving to the time of measurement of these thermometers. Actual temperature കുറച്ചും കൂടെ എന്താണ്? environmental factors ഡിപ്പെൻഡ് ആയത് കൊണ്ട് തന്നെ കുറച്ച് അധികം സമയം എടുത്താലേ എന്ത് ചെയ്യാൻ പറ്റൂ? ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. ദാറ്റ് ഇസ് 3 to 5 minutes എങ്കിലും വേണം. അതേസമയം ഓറൽ ടെമ്പറേച്ചർ ആണെങ്കിൽ കുറച്ചും കൂടെ കുറവ് മതി, ദാറ്റ് ഇസ് 2 to 3 minutes. എന്നാൽ റെക്ടൽ തെർമോമീറ്റേഴ്സിന് 1 to 2 minutes മതി. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ഗുഡ് ബ്ലഡ് സപ്ലൈ ആയിരിക്കും. റെക്ടൽ എന്ന് പറയുമ്പോൾ ഒരു ഇന്നർ കാവിറ്റിയിലോട്ടാണ് നമ്മൾ ഇത് തെർമോമീറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു 1 to 2 minutes മാത്രമേ ടൈം മെഷർമെന്റ് വേണ്ടി വരുന്നുള്ളൂ. ഇനി മെത്തേഡ് ഓഫ് മെഷർമെന്റ് ആണ്. ആക്സിലറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്സിലറി എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സിലാർ റീജിയനിലാണ് വയ്ക്കുന്നത്. ആക്സിലാർ റീജിയനിൽ വയ്ക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ സ്വെറ്റിംഗ് ഒക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വൈപ്പ് ചെയ്യണം. വൈപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? തെർമോമീറ്റേഴ്സ് പ്ലേസ് ചെയ്യുക. ആക്സിലയിൽ വൈപ്പ് ചെയ്തതിനു ശേഷം തെർമോമീറ്റർ പ്ലേസ് ചെയ്യാം. അതേസമയം ഓറൽ ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മൾ എവിടെയാണ്? അണ്ടർ ദ ടങ് ആണ് നമ്മൾ തെർമോമീറ്റേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. അണ്ടർ ടങ് ആണ് തെർമോമീറ്റേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. പിന്നെ കുറച്ചും കൂടെ നല്ലൊരു രീതി പറയുകയാണെങ്കിൽ എന്താണ്? ഇൻ ദ പോസ്റ്റീരിയർ സബ്ലിംഗൽ എന്ന് വെച്ചാൽ എന്താണ്? അണ്ടർ ടങ് തന്നെയാണ് അല്ലെ? സബ്ലിംഗൽ, പോസ്റ്റീരിയർ സബ്ലിംഗൽ pockets. One of the posterior sublingual pocketsലാണ് എന്ത് ചെയ്യുന്നത്? ഓറൽ ടെമ്പറേച്ചർ വയ്ക്കുന്നത്. One of the posterior sublingual pockets. അതേസമയം റെക്ടലിലാണെങ്കിൽ ഇന്നർ കാവിറ്റിയിലോട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? ലൂബ്രിക്കേറ്റ് ചെയ്യണം. അതിനുശേഷം പേഷ്യന്റ് അടുത്ത് ഡീപ്പ് ഇൻഹൈൽ ആൻഡ് എക്സൈൽ ചെയ്യാൻ പറയണം. ഡീപ്പ് ഇൻഹൈൽ ആൻഡ് എക്സൈൽ ചെയ്യാൻ പറയണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസേർട്ട് ചെയ്യണം. ഡീപ്പ് ഇൻഹൈൽ ആൻഡ് എക്സൈൽ, ദെൻ ഇൻസേർട്ട് ദ തെർമോമീറ്റർ. അപ്പൊ
ഇൻസേർട്ട് ചെയ്യുമ്പം ലെങ്ത് ഓഫ് ഇൻസേർഷൻ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ റെക്ടൽ തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാണ് 6 year old, ലെസ് ദാൻ 6 year old ചിൽഡ്രനിലാണ് നമ്മൾ റെക്ടൽ തെർമോമീറ്റേഴ്സ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഒരു ലെങ്ത് ഓഫ് ഇൻസേർഷൻ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ, ഇൻഫൻസിലാണെങ്കിൽ നമ്മൾ ലെസ് ദാൻ 0.5 inches ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ലെസ് ദാൻ 0.5 inches. അറ്റ് ദ സെയിം ടൈം ദ ചൈൽഡിലാണെങ്കിൽ നമ്മൾ 0.5 to 1 inch വരെ ഇൻസേർട്ട് ചെയ്യും. അഡൽറ്റിലാണെങ്കിൽ 1 to 1.5 inches വരെ ഇൻസേർട്ട് ചെയ്യും. ഇത് സെന്റിമീറ്ററിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ 1 inch ഈക്വൽ ടു 2.5 centimeter ആണ്. പണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഇത് ചോദിച്ചിട്ടുണ്ട്, ഈ മെഷർമെന്റ് 1 inch ഈക്വൽ ടു 2.5 centimeter. അപ്പൊ ലെസ് ദാൻ 0.5 എന്ന് പറയുമ്പോൾ അത് എത്രയ്ക്ക് ഈക്വൽ ആയിരിക്കും? 1.25 centimeter ഈക്വൽ ആയിരിക്കും. അതേസമയം അഡൽറ്റിലാണെങ്കിൽ ഒരു 3.8 centimeter ഈക്വൽ ആവറേജ് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി റെക്ടലിലാണെങ്കിൽ പിന്നെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ പൊസിഷൻ ആണ്. റെക്ടലിലാണെങ്കിൽ ഏത് പൊസിഷനിലായിരിക്കും പേഷ്യന്റ് കിടക്കേണ്ടത്? ഇറ്റ്സ് സിംസ് പൊസിഷൻ. സിംസ് പൊസിഷനിലായിരിക്കും പേഷ്യന്റ്. ലെഫ്റ്റ് ലാറ്ററലി പൊസിഷനിൽ നീസ് ഫ്ലെക്സ്ഡ് ആയിട്ട് വെച്ചായിരിക്കും പേഷ്യന്റ് കിടക്കുന്നത് റെക്ടൽ തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഓരോന്നിന്റെ അഡ്വാൻറ്റേജസ് പറയാം. അഡ്വാൻറ്റേജസും പിന്നെ അതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ആക്സിലറി തെർമോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോസ്റ്റ് കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡാണ് ആക്സിലറി തെർമോമീറ്റേഴ്സ്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആക്സിലറി ആണ് നമ്മൾ മോസ്റ്റ് കോമൺ ചിൽഡ്രനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആക്സിലറി ആണ്. ഇൻഫൻസിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? റെക്ടൽ ആണ്. പക്ഷെ ചിൽഡ്രനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആക്സിലറി ആണ്. നോർമൽ എന്ന് പറഞ്ഞാൽ 97.6 degree Celsius ആണ്. പിന്നെ ഡീഹൈഡ്രേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആക്സിലറി തെർമോമീറ്റേഴ്സിൽ ടെമ്പറേച്ചർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആക്സിലറി ടെമ്പറേച്ചർ. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് നോട്ട് ആസ് ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് കിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഇത് ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സർഫസ് ടെമ്പറേച്ചർ ആണ് മെഷർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് വെരി ആക്യുറേറ്റ്. പിന്നെ കോൺട്രാ ഇൻഡിക്കേഷൻ, ആക്സിലറി ടെമ്പറേച്ചർ എവിടെ നമുക്ക് കോൺട്രാ ഇൻഡിക്കേറ്റഡ് എന്ന് വെച്ചാൽ മാസ്റ്റെക്ടമി സൈഡില് മാസ്റ്റെക്ടമി കഴിഞ്ഞ പേഷ്യന്റിന് അതായത് ബ്രസ്റ്റ് ഒക്കെ മാറ്റത്തില്ലേ, അതാണ് മാസ്റ്റെക്ടമി. മാസ്റ്റെക്ടമി ഓപ്പറേറ്റീവ് സൈറ്റിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. മാസ്റ്റെക്ടമി ഓപ്പറേറ്റീവ് സൈറ്റിൽ എവിടെ ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ആണ് ബ്രസ്റ്റ് മാറ്റിയെങ്കിൽ ആ സൈറ്റിൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യത്തില്ല. ഓക്കെ, ഓറൽ ഇതിന്റെ ഇതെന്ന് വെച്ചാൽ മോസ്റ്റ് കോമൺ ആയിട്ട് മോസ്റ്റ് കൺവീനിയൻസ് ആയിട്ടാണ് ഓറൽ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ ആൻഡ് മോസ്റ്റ് കൺവീനിയൻസ് ആയിട്ടാണ് ഓറൽ ടെമ്പറേച്ചേഴ്സ് എന്ന് പറയുന്നത്. കൺവീനിയൻസ് ആയിട്ടാണ് ഓറൽ ടെമ്പറേച്ചർ. ഞാൻ പറഞ്ഞു ഇത് കോർ ടെമ്പറേച്ചർ ആണ് അസസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് ആയിരിക്കും. കോർ ടെമ്പറേച്ചർ ആയതുകൊണ്ട് ആക്യുറേറ്റ് ആയിരിക്കും. അതുപോലെ സബ്ലിംഗൽ പോക്കറ്റ്സിലോട്ട് വയ്ക്കുന്ന അവിടെ എന്താണ്? ഗുഡ് ബ്ലഡ് സപ്ലൈയും കാണും. അപ്പൊ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് ബ്ലഡ് സപ്ലൈ ആക്യുറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ ഓറലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് ഓറൽ സർജറി കഴിഞ്ഞ പേഷ്യന്റ് ആണ് ദെൻ എന്തെങ്കിലും ഓറൽ ഇൻഫെക്ഷൻസ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ ഓറൽ ക്യാൻസർ ആണ് അല്ലെങ്കിൽ ഓറൽ കാൻഡിഡിയാസിസ് ആണ്, അങ്ങനെയുള്ള കണ്ടീഷൻസിലൊന്നും നമുക്ക് ഓറലി ടെമ്പറേച്ചർ മെഷർമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഓറൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യന്റ് അടുത്ത് എന്ത് പറയണം? നമ്മൾ സബ്ലിംഗൽ പോക്കറ്റ്സിൽ വെച്ച് ചെയ്തതിന് ശേഷം നമ്മൾ പറയും ക്ലോസ് ദ ലിപ്സ് ആൻഡ് നോട്ട് ടു ബൈറ്റ് ചെയ്യാൻ പാടില്ല ഓറൽ തെർമോമീറ്റേഴ്സ്. ബിക്കോസ് അതെന്ത് ചെയ്യാൻ എന്ത് പറ്റും? ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ബൈറ്റ് ചെയ്യുന്ന കണ്ടീഷൻസിലൊക്കെ എന്ത് ചെയ്യുക? ഈ തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ സീഷേഴ്സ് ആണെങ്കിൽ യൂസ് ചെയ്യില്ല. മെന്റലി ഇൽ പേഷ്യൻസ് ആണെങ്കിൽ യൂസ് ചെയ്യില്ല. കുഞ്ഞു പിള്ളേര്, അതായത് ഒരു ലെസ് ദാൻ 6 years ഉള്ള ഏജ് ഉള്ള പിള്ളേർ, ലെസ് ദാൻ 6 years ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യില്ല. ഫ്രീക്വന്റ് അറ്റാക്സ് ഓഫ് കഫ് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യില്ല.
പിന്നെ എന്തൊക്കെയാണ് കോൺട്രാ ഇൻഡിക്കേഷൻ? അൺകോൺഷ്യസ് പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യില്ല. അൺകോൺഷ്യസ് പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യില്ല. അൺകോൺഷ്യസ് പേഷ്യന്റ് മീൻസ് അൺകോൺഷ്യസ് പേഷ്യന്റ് ആകുമ്പോൾ ഇവരൊക്കെ ബൈറ്റ് ചെയ്യാനുള്ള അവർക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. അൺകോൺഷ്യസ് പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യത്തില്ല. ദെൻ ഓക്സിജൻ തെറാപ്പിയിലാണ് പേഷ്യന്റ്, അതായത് മാസ്ക് ഒക്കെ വെച്ചേക്കാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഓറലി തെർമോമീറ്റർ അസസ് ചെയ്യുന്നത്? സോ ഓക്സിജൻ തെറാപ്പിയൊക്കെ ആണെങ്കിൽ ഇതൊക്കെയാണ് എന്ത് ഓറൽ ടെമ്പറേച്ചർ, ഓറലിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഓറൽ സർജറി, ഓറൽ ഇൻഫെക്ഷൻ, സീഷ്യസ്, മെന്റലി ഇൽ പേഷ്യൻസ്, ലെസ് ദാൻ 6 years, frequent attacks of cough, unconscious patient and ഓക്സിജൻ തെറാപ്പി. ദെൻ നമ്മൾ മൂവ് ഓൺ ചെയ്യുന്ന എന്താണ് റെക്ടൽ ടെമ്പറേച്ചർ. റെക്ടൽ ടെമ്പറേച്ചർ ആണ് ദ മോസ്റ്റ് റിലയബിൾ ആൻഡ് ആക്യുറേറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. റെക്ടൽ ടെമ്പറേച്ചർ ആണ് മോസ്റ്റ് ആക്യുറേറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇത് സാധാരണ ഇതിന്റെ പൊസിഷൻ എന്താണ്? സിംസ് പൊസിഷൻ ആണ്. സാധാരണ ലെസ് ദാൻ 6 years ഉള്ള ചിൽഡ്രൻസിലാണ് നമ്മൾ റെക്ടൽ ടെമ്പറേച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. റെക്ടൽ ടെമ്പറേച്ചേഴ്സിനെ പറ്റി പറയാം. റെക്ടൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടാണ് രക്തത്തിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. ആ ഇൻസേർട്ട് ചെയ്യുന്ന ലെങ്ത് ഓഫ് ഇൻസേർഷൻ ഒക്കെ പറഞ്ഞു. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഹൈ ബ്ലഡ് സപ്ലൈ ആണ്, അത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എക്സ്റ്റേണൽ എയർ ഇൻഫ്ലുവൻസ്, അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഇനി റെക്ടൽ ടെമ്പറേച്ചറിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്? റെക്ടൽ ടെമ്പറേച്ചറിന്റെ കോൺട്രാ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോൺട്രാ ഇൻഡിക്കേഷൻ ഈസ് ദ കാർഡിയാക് പേഷ്യൻസിൽ നമ്മൾ റെക്ടൽ ടെമ്പറേച്ചർ യൂസ് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? കാർഡിയാക് പേഷ്യൻസിൽ നമ്മൾ റെക്ടൽ തെർമോമീറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ വാഗൽ നെർവ് സ്റ്റിമുലേഷൻ വരും. വാഗൽ നെർവ് സ്റ്റിമുലേഷൻ വരും. അപ്പൊ എന്ത് പറ്റും? ബ്രാഡികാർഡിയ റിസൾട്ട് ചെയ്യും. ബ്രാഡികാർഡിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവരില് ഈ കാർഡിയാക് പേഷ്യൻസിൽ നമ്മൾ റെക്ടൽ തെർമോമീറ്റേഴ്സ് കംപ്ലീറ്റ്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ നമ്മൾ റെക്ടലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് റെക്ടൽ സർജറീസ് കഴിഞ്ഞ പേഷ്യൻസ് ആണ്, റെക്ടൽ സർജറീസ്, പിന്നെ റെക്ടൽ ബ്ലീഡിംഗ് ഉണ്ട്, അതായത് ഇപ്പം എന്താണ് എന്തെങ്കിലും പ്ലേറ്റ്ലെറ്റ് കുറവാണ്, അല്ല അതായത് ത്രോംബോസൈറ്റോപീനിയ ആണ്, ഹീമോഫീലിയ ആണ്, അങ്ങനെയുള്ള റെക്ടൽ ബ്ലീഡിംഗ് വരാൻ ചാൻസ് ഉള്ള കണ്ടീഷൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തെർമോമീറ്റർ മെഷർമെന്റ് ഒഴിവാക്കും. റെക്ടലി തെർമോമീറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നത് ഒഴിവാക്കും. റെക്ടൽ ബ്ലീഡിങ്. പിന്നെ എന്താണ് റെക്ടലി എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? ഡയറിയ ഉള്ള പേഷ്യൻസ്, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഫീക്കൽ ഇൻഫാക്ഷൻ ഉള്ള പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിലൊന്നും റെക്ടൽ തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്ത് റെക്ടൽ ടെമ്പറേച്ചർ മെഷർമെന്റ് ചെയ്യാറില്ല. പിന്നെ എന്താണ് സ്പൈനൽ കോഡ് ഇഞ്ചുറി, SCI എന്ന് ഞാൻ ഷോർട്ട് ഫോമിൽ ഇട്ടിരിക്കുന്നത്. സ്പൈനൽ കോഡ് ഇഞ്ചുറി അതായത് എവിടെ ഏത് സ്പൈനൽ കോഡ് ഇഞ്ചുറിയിൽ താഴോട്ട് തളർന്നിട്ടായിരിക്കും അല്ലെ. അപ്പൊ റെക്ടൽ ടെമ്പറേച്ചർ മെഷർമെന്റ് സ്പൈനൽ കോഡ് ഇഞ്ചുറിയിൽ യൂസ് ചെയ്യാറില്ല. ഓക്കെ. പിന്നെ എന്താണ്? പിന്നെ ചില ഹെമറോയിഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർമെന്റ് റെക്ടലി ചെയ്യില്ല. ഹെമറോയിഡ്സ് ഉണ്ടെങ്കിൽ ചെയ്യത്തില്ല. അപ്പൻഡിസൈറ്റിസ് ആണെങ്കിൽ നമ്മൾ ചെയ്യത്തില്ല. അപ്പൻഡിസൈറ്റിസ് ഉള്ള പേഷ്യൻസിൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർമെന്റ് എവിടെ ചെയ്യില്ല? റെക്ടലി ചെയ്യില്ല. കാരണം നമ്മൾ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അപ്പൻഡിസിൽ വല്ലതും കയറി പൊട്ടി ബ്ലീഡിംഗ് ഒക്കെ റപ്ചറായി ബ്ലീഡിംഗ് ഒക്കെ സംഭവിച്ചാൽ അതുകൊണ്ട് അപ്പൻഡിസൈറ്റിസിലുള്ള കണ്ടീഷനിലൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല? റെക്ടൽ തെർമോമീറ്റർ മെഷർമെന്റ് ചെയ്യില്ല. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച തെർമോമീറ്റേഴ്സ് എന്താണ്? തെർമോമീറ്റേഴ്സിന്റെ പാർട്സ്, കൺവേർഷൻ, ഗ്രേഡിംഗ് കൺവേർഷൻ, ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി ഫാരൻഹീറ്റിലോട്ട് എങ്ങനെ മാറ്റാം, പിന്നെ ഓരോ സൈറ്റ്സിലുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കോൺട്രാ ഇൻഡിക്കേഷൻസും ടൈം ഓഫ് മെഷർമെന്റ് എങ്ങനെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് പഠിച്ചത്. ഇതിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പം നമ്മൾ ഓറലി ടെമ്പറേച്ചർ മെഷർമെന്റിന്റെ സമയത്ത്, ആക്സിലറി അല്ല, ഓറലി ടെമ്പറേച്ചർ മെഷർമെന്റിന്റെ സമയത്ത് നമ്മൾ ഹോട്ട് കോൾഡ് ലിക്വിഡ്സ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പേഴ്സൺ സ്മോക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗംസ് ച്യൂ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കണ്ടീഷൻസിലെല്ലാം ഓറൽ ടെമ്പറേച്ചർ മെഷർമെന്റ് ഒരു 15 to 30 minutes കഴിഞ്ഞിട്ടേ എടുക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ വേരിയേഷൻസ് കാണിക്കും, കറക്റ്റ് ടെമ്പറേച്ചർ കിട്ടില്ല, ഫോൾസ് റീഡിംഗ് ആയിരിക്കും. അപ്പം വെയിറ്റ് ഫോർ 15 to 30 minutes ഇഫ് ദ പേഴ്സൺ ഹാസ് കൺസ്യൂംഡ് എനി ഹോട്ട് ഓർ കോൾഡ് ഡ്രിങ്ക്സ് or the person smoked or chewed gums. ആ ഒരു പോയിന്റും കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക.
ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള ക്ലാസ് ആണ്. വളരെ വലിയ വലിയ പോയിന്റ്സ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്, നമ്മളിപ്പോൾ റെക്ടലിൽ കാർഡിയാക് പേഷ്യൻസിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ കൺവേർഷൻ ഫോർമുല ഓർത്ത് വയ്ക്കാം. ഡിഗ്രി ഫാരൻഹൈറ്റും ഡിഗ്രി സെൽഷ്യസും ഈക്വൽ ആവുന്ന ടെമ്പറേച്ചർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അത് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. -40 ഡിഗ്രി ആണ് ഡിഗ്രി ഫാരൻഹൈറ്റും ഡിഗ്രി സെൽഷ്യസും ഈക്വൽ ആവുന്ന ടെമ്പറേച്ചർ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്ലാസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അത് അറിയിക്കുക. ഞാൻ അതിനുള്ള നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒരുമിച്ച് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഗവൺമെൻറ് ജോലിയിലോട്ട് എത്തണം. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.